ഒരു ലാഭേച്ഛയും ഇല്ലാതെ അള്ളാഹുവിന്റെ പ്രശംസയുടെ മുന്നിൽ നിൽക്കാൻ കഴിയാന്നുള്ളതാണ് അതിന്റെ പരമാവധിയിൽ എത്തുക എന്നതാണ് അഹമ്മദിയത്ത്. അതിന് ഇവനോ കഴിയില്ല, ലോകത്തൊരാൾക്ക് കഴിയില്ല, ഇബ്രാഹിം നബി കഴിയില്ല അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആരെ പിന്നിൽ നിൽക്കും? മുഹമ്മദിയത്തിൽ നിൽക്കും. അഹമ്മദിയത്തിൽ കയറൂല. അഹമ്മദിയത്ത് ആർക്ക് കയറാൻ കഴിയില്ല? ആർക്കും കഴിയില്ല. ജനാൻകുട്ടി ആർക്കും കഴിയില്ല, ഒരാൾക്കേ ഉള്ളൂ. അതാണ് മെഹ്റാബ് എന്ന ഒരാൾക്കുള്ള സ്ഥലം. ഇവിടുത്തെ വരി വെച്ചോക്ക്, ഇവിടുത്തെ വരി വായിക്ക്. രണ്ട് തരം പണിക്കാരുണ്ടല്ലോ. പണിക്കാരൻ പണിക്ക് വന്ന് അന്ന് തന്നെ ചോദിച്ച്, പെരിയൊക്കെ വിളിച്ച് ചോദിച്ച്, അല്ല അവിടെ പിന്നെ എനിക്കിന്ന് പൈസ എൻ്റെ കയ്യിലില്ല, പെരുന്നാൾ വരാൻ പോവാണ്, നമ്മളെ പുതിയ അപ്പളൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടെടുക്കാം, എനിക്ക് കുട്ടികൾക്ക് തുണി പയമാനം വാങ്ങണം, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ ആറാൻകുട്ടി ആയമ്മൂട്ടിനെ പണിക്ക് വിളിച്ചിട്ടുണ്ട്, അവിടെ പൈസ റെഡിയാണ്, നമ്മൾ പിന്നെ പൈസ ചെക്ക് വന്നിട്ട് എടുക്കാൻ നേറ്റങ്ങൾ പറയുമോ? അപ്പോൾ അവിടുന്ന് അടുക്കളയിൽ നിന്ന് പിന്നെ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ല പൈസ പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം പണിക്ക് പോണതിന് മുമ്പ് തന്നെ എന്താണ് ആവശ്യം? അല്ല, ഓന് കൈക്കോട്ട് കൊണ്ട് നിൽക്കണ, ഒത്തങ്ങത്തിൽ നിൽക്കണം, ഓന് അയമൂട്ടിനോടുക്കും പോകാം, പിടിക്കും പോകാം, ഓൻ എന്താണ് ആവശ്യം? ഇതിനല്ലേ നമ്മളെന്തെങ്കിലും നിസ്കരിച്ച് ഇവനെ നമ്മൾ രണ്ടാം കടക്കാരനായിട്ട് കണക്കാക്കുക ആണോ? അല്ലേ? എന്താണ് നിങ്ങൾ ഇരിക്കണേ? ഈ പണിക്കാരനെ നമ്മൾ എന്താണ് കണക്കാക്കുക? ഭർത്താവ് പറഞ്ഞിട്ടാണ് അവനെ വിളിക്കണത്. ഭർത്താവ് പിറ്റേ ദിവസം ഫോണിൽ വിളിക്കുമ്പോൾ പറയും, ആ ചെന്നൈനെ വിളിക്കണ്ട, ഇവിടെ വന്ന് ആദ്യം തന്നെ കൂലിണ്ടോന്ന് ചോദിക്കും. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെ ചോദിച്ചു, അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അല്ല, അങ്ങനെ ചോദിക്കണം. കൂലി അല്പം ഇന്നത്തെ നാളെയൊക്കെ ആവും, അവന് കടവും വാങ്ങാനോ, നമ്മളവനെ ഒന്നും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. എന്താ ഓനെ അങ്ങനെ ചോദിച്ചു? എനിക്കാകെ മാനക്കേട്. എൻ്റെ എത്താത്തയും കൂടി അന്ന് വിരുന്ന ദിവസത്തിൻ്റെ അടുക്കളയ്ക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ എത്താത്ത അത് കേട്ടു. എത്താത്ത വിചാരിച്ചിട്ടുണ്ടാവില്ലേ നമ്മളെന്തോ പണിയെടുപ്പിച്ച് കൂലി എടുക്കാത്തവരാണ്. അപ്പോൾ മൂപ്പര് പറയും ചെയ്തു, അങ്ങനെ എനിക്കറിയില്ല പറഞ്ഞോളെ, എന്നാ ഇനി വിളിക്കണ്ട, ഞാൻ മറ്റേ ആ ചങ്ങായിൻ്റെ അപ്പുറത്ത് ആ കുഞ്ഞിരാമൻ ഓനോട് വിളിച്ചു പറയാം, എന്താ അവൻ്റെ കുറ്റം? അവൻ പണിക്കൊന്നെ എന്തിനാ? നിങ്ങളും ഞാൻ പണിക്കൊന്നെ എന്തിനാ? കുഞ്ഞിരാമൻ മാത്രം മോശമായാലും മുടി മാന അങ്ങനെ ഉണ്ടാവും. പറയട്ടെ ചങ്ങായി, നിങ്ങൾ പണിക്കെന്തിനാ? കൂലിക്ക്. ഞാൻ പണിക്കുന്നു സുബൈസ്കേച്ചു കൂലി. സുബൈൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം കൊണ്ട് എന്നാണ് അലക്സാണ്ടർക്കാൾ വലിയ മാനാകാണ്. ഈ ഭൂമി മുഴുവൻ പിടിച്ചിറക്കുന്നതിനേക്കാൾ നല്ലത് 2 റക്അത്ത് സുബൈൻ്റെ ഭൂമി ഒരു വട്ടം കിട്ടി. നമ്മളും എടാ കുഞ്ഞിരാമന് നമ്മൾ എന്ത് വ്യത്യാസം? കുഞ്ഞിരാമൻ പണിക്കണതിനാ കൂലി കിട്ടാൻ. കൂലി ആദ്യം ചോദിക്കും. നമ്മളെന്താ ഞാൻ അള്ള പറയണെന്ത്? പിന്നെ കൂലിൻ്റെ കാലം കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ തീരുമാനം. ഞാൻ ഇനി ഈസാ നബി വന്നപ്പോൾ പറഞ്ഞു, ഈസാ നബി അടുത്ത് വരും. അപ്പോൾ ഈസാ നബി പറഞ്ഞ അള്ളാൻ്റെ വഹയൊന്നല്ല, പക്ഷേ പുതിയ അറിയപ്പെടുക. നമ്മൾ വിചാരിച്ചു രണ്ടാമത്തെ സ്വർഗം കൂടി അഡീഷണൽ അള്ളാഹു തആല അങ്ങനെ ഉണ്ടല്ലോ, ദുബായിലും ഖത്തറിലൊക്കെ ഉണ്ട്, കടലും കൂടി ഇരുത്തുണ്ട്, ഐലൻഡ് ഉണ്ടാക്കി. എന്ന മാതിരി അള്ളാഹ് അഡീഷണൽ സ്വർഗം വേറെ ഒന്നും കൂടി കുതിര വിടാൻ വേറെ സ്ഥലം കൂടി അള്ളാഹ് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല ഈസാ നബിനോട് പറഞ്ഞ ചെയ്താൽ നിങ്ങൾ ഭൂമിക്ക് പോകാത്തതുകൊണ്ട് അത് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈസാ നബി പറഞ്ഞെന്ന്, ഈസാ നബി എന്ത് പറഞ്ഞ്, ഇതാ പുതിയൊരു ഇൻഫർമേഷൻ പറയാണ്ട് എല്ലാവരും വലിയ എല്ലാവരും പറഞ്ഞു തന്നെ എൻ്റെ അഡീഷണൽ വേറെ സ്ഥലം ഒരു സ്വർഗം കൂടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ എന്നത്. പിന്നെ ഇനിയുള്ള ആളുകൾക്കൊന്നും എന്തില്ല അറിയ, സ്വർഗമില്ല, കൂലിയുമില്ല, കള്ളിൻ്റെ പുഴയില്ല, പെണ്ണിൻ്റെ പുഴയില്ല, കള്ളുമില്ല, ഒന്നുമില്ല. അവിടെ എങ്ങനെ കഴിഞ്ഞൂടാ എങ്കിൽ അപ്പം നമ്മളെന്താ പറയുക? എന്നാ ഞാൻ ഇതാവൂല. ആ തീരുമാനം ഉണ്ടാവും. നിങ്ങൾ സംഗതിയൊക്കെ നിങ്ങളും പഠിച്ചോനൊക്കെ വലിയ ആളുകളാണ്, പക്ഷേ അപ്പണിക്കോ. കാരണം നമുക്ക് എന്താ ആവശ്യം? പറയും മനുഷ്യന്മാരെ, നമുക്ക് എന്താ ആവശ്യം? നമ്മളിതിനാ സ്കെച്ച് എനക്ക് വേണ്ടിയല്ലേ? മുഹമ്മദ് മുസ്തഫ സ്കെച്ച് എന്തിനാ? അഹമ്മദിയത്തിനാ, അങ്ങോട്ട് കൊടുക്കാനാ, ഇങ്ങോട്ട് വാങ്ങാനല്ല. അപ്പോൾ ഒറിജിനാലിറ്റിയാ. മുഹമ്മദ് മുസ്തഫ എന്തിനാ സ്കെച്ച്? പറ, മുഹമ്മദ് മുസ്തഫ എന്തിനാ സ്കെച്ച്? അഹമ്മദിയത്തിനാ സ്കെച്ച്. എന്താ അഹമ്മദിയത്ത്? ഇങ്ങോട്ട് വാങ്ങലല്ല. പറ അങ്ങോട്ട്. അതെന്തേ? അതാണടാ ഇഖ്ലാസ്. ഇങ്ങോട്ടൊന്നുമില്ല. പണിക്കാർ പണിയും കൈക്കോട്ടും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും മുറ്റത്തേക്ക് കൂലി അങ്ങനെ വരികയാണ്. ഒരുത്തൻ കൈക്കോട്ടും കൊണ്ട് എയിലെ പോയിട്ടുണ്ട്. മൊലാളി ഓൻ്റെ പൈസയും കൊടുത്ത് കുറേ നേരം അങ്ങനെ കാത്തുത്തുന്നു. ഓനെ കാണാനില്ല.
പിന്നെ പള്ളിക്ക് ചെന്നപ്പോഴും അന്ന് ആ പള്ളിക്ക് പിന്നെ നിസ്കാരം ജമാഅത്തിന് കൊടുക്കാൻ വിചാരിച്ചു. ജമാഅത്തിന് ഓനെ കാണില്ല. പിന്നെ ഓൻ ആ പൈസ കൊടുത്തപ്പോഴത്തിന് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും കൊണ്ട് കൈ പിടിച്ച് പൊത്തിപ്പിടിച്ചപ്പോൾ ആ പൈസ പോക്കറ്റിലിട്ട് ഓനത് കിട്ടണ്ടേ? എന്ത് ഓനെ ലക്ഷ്യമല്ല, ഓന് വന്നതുമല്ല, കിട്ടിയ വിരോധമല്ല. ഓൻ്റെ ലക്ഷ്യം എന്തല്ല. അവിടെ വളമിട്ടിട്ടില്ല എന്ന് കേട്ടപ്പോൾ ആ തേങ്ങ കൊണ്ട് നിങ്ങൾ കുട്ടികളും ഉപകരിക്കും, നാട്ടുകാർക്ക് ഉപകാരമുണ്ട്. ആ തെങ്ങമ്മൽ തേങ്ങ ഇല്ലെങ്കിൽ ഓന് നഷ്ടമാണ്. അവൻ്റെ പരിയിലെ ഒരു തേങ്ങ ഇല്ലെങ്കിൽ അവിടെ നിന്നാണ് തേങ്ങ വാങ്ങിക്കൊണ്ടുവരല്. അപ്പം അതിൻ്റെ ഒരു കടമയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ തെങ്ങിന് വളരല് ഒന്റി കടമയാണ്. കൂലിയോ തരാതിരിക്കേ അവൻ്റെ ലക്ഷ്യം തന്നെയല്ല. അഹമ്മദ് മുസ്തഫക്ക് കൂലില്ല എന്നല്ല, കൂലി പറയട കുട്ടി, കൂലില്ല എന്നല്ല, കൂലി ലക്ഷ്യമല്ല. ഇത് 800 അപ്പ കൊടുക്കൽ. പെരുന്നാളിൻ്റെ 2000 പോക്കറ്റിൽ ഇട്ട് കൊടുത്ത്. എന്തേ ഓൻ അങ്ങനെ കൊടുക്കണം? ഓൻ 800 കൊടുക്കൽ മോലാളിക്ക് മാനക്കണം ആണോ? അല്ലേ? അത് അഹമ്മദ് മുസ്തഫ കിട്ടി. എന്തേ ഇങ്ങോട്ട് ആലോചിച്ച് കൊടുത്തല്ല. അതാണ് ഈ അഹമ്മദിയത്ത്. അപ്പൊ വളരെ ഇതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. അങ്ങനത്തെ ഒരാളെ അള്ളാഹു മുഹമ്മദാക്കി. നാട്ടുകാർക്ക് ബാധ്യതയാണ് എന്ത്? പ്രശംസയ്ക്ക്. എന്തുകൊണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അഹമ്മദ് മുസ്തഫാനെ മുഹമ്മദാക്കൽ ലോകത്തെ എല്ലാം അന്തള്ളവർക്കും നിർബന്ധം. എന്തുകൊണ്ടെന്ന് പറയാം. എന്തുകൊണ്ടെന്ന് ഒരാളാണ് പറഞ്ഞാൽ അവനെ ഞാൻ പ്രത്യേകം ഈ ക്ലാസ്സിൽ തിരഞ്ഞെടുക്കും. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ നന്നായി. അതൊരു ഭാഗമാണ്. ഈ പറഞ്ഞത് ശരി തന്നെയാണ് മോനെ. എനിക്ക് പറയാവുന്നതിന് പരമാവധി അത് തന്നെയാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് നല്ല മറുപടിയാണ്. പോരാ, കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞു. അഹമ്മദ് മുസ്തഫാനെ മുഹമ്മദാക്കൽ സകല അന്തള്ളവർക്കും നിർബന്ധം. അന്തള്ളോന്റെ പേരാണ് എന്ത്? മുഅ്മിൻ. അന്തള്ളോന്റെ പേരാണ് എന്ത്? എന്താണ് മുഅ്മിൻ? പറയേ. മുക്കിൽ വെള്ളം കയറ്റി ചീറ്റി അതാ മുഅ്മിൻ. ഇതിലേക്ക് വെള്ളം കയറ്റി ഇങ്ങനെ ആക്കല മുഅ്മിൻ. മൂക്കിൽ വെള്ളം തൽക്കാൻ കയറ്റി ചീറ്റില്ല ഒരാഴ്ച. എന്താ മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റി മനസ്സിലായി? ഇവിടെ ഒരു സാധനമുണ്ട്, അതിനെപ്പറ്റി ആലോചിച്ചതല്ല. പറയും മനുഷ്യന്മാരെ, നിങ്ങൾ പറയും. നിങ്ങൾ എന്തിനാ രാവിലെ ഇവിടെ? ഏതോ ഞാനും ഒരു അന്തല്ലാത്ത, പിന്നെ അന്തല്ലാത്തതിൻ്റെ അടുത്ത് എന്തിനാ നിങ്ങൾ വരുന്നത്? ഇത് പറഞ്ഞത് അതിൻ്റെ പകുതിയാണ്. നല്ല കുട്ടിയാണ്. ഓന് അന്തം കുറച്ചുണ്ടാവും. പാപ്പ നല്ല മനുഷ്യനാണ്. അന്തള്ള പാപ്പന് വാങ്ങാവും. അപ്പം പറഞ്ഞത് നല്ലതാണ്. പക്ഷെ കുറച്ചുകൊണ്ട് പൊട്ടിക്കണ്ടവൻ. എന്തുകൊണ്ട് അഹമ്മദ് മുസ്തഫാനെ മുഹമ്മദാക്കൽ ലോകത്തെ അന്തള്ളവർക്ക് നിർബന്ധമാകുന്നത്? എന്തുകൊണ്ട്? അന്തള്ളവന്റെ പേരാണ് എന്ത്? മുഅ്മിൻ. എന്തുകൊണ്ട് നിർബന്ധമാണ്? പറയും. പോരാ അവിടെ പൊട്ടിക്കണ്ടില്ലേ? അഹമ്മദ് മുസ്തഫയെ മുഹമ്മദാക്കൽ ലോകത്തെ എല്ലാ അന്തള്ളവർക്കും നിർബന്ധമാണ്. അന്തള്ളവരുടെ പേരാണ് എന്ത്? മുഅ്മിൻ. അപ്പൊ ലോകത്തെ എല്ലാ മുഅ്മിനും നിർബന്ധമാണ് എന്ത്? അഹമ്മദ് മുസ്തഫയെ പ്രശംസിക്കൽ അഥവാ മുഹമ്മദാക്കൽ. എന്തുകൊണ്ട്? അവനോ അഹമ്മദാകാൻ കഴിയൂല. അവൻ അഹമ്മദാകാൻ കൊതിയുള്ളവനാണ്. പക്ഷെ അവൻ്റെ നായിബാണ് ആര്? മുഹമ്മദ്. ഒന്ന് അഹമ്മദാകാൻ കൊതിയുണ്ട്, അവൻ അഹമ്മദാകാൻ കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് കഴിയൂല. അപ്പോൾ അഹമ്മദായ ആളെ ഹംദ് ചെയ്യ, അതെല്ലാം നിർവാഹമില്ല. അഹമ്മദാകലാണ് എൻ്റെ ബാധ്യത. പക്ഷെ അഹമ്മദാകാൻ എനിക്ക് കഴിയില്ല. ഒരു ലാഭേച്ഛയും ഇല്ലാതെ അള്ളാഹുവിന്റെ പ്രശംസയുടെ മുന്നിൽ നിൽക്കാൻ കഴിയാന്നുള്ളതാണ്, അതിന്റെ പരമാവധിയിൽ എത്തുക എന്നതാണ് അഹമ്മദിയത്ത്. അതിന് ഇവനോ കഴിയില്ല, ലോകത്തോരാക്കും കഴിയില്ല. ഇബ്രാഹിം നബി കഴിയില്ല അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആരെ പിന്നിൽ നിൽക്കും? മുഹമ്മദിയത്തിൽ നിൽക്കും. അഹമ്മദിയത്തിൽ കയറൂല. അഹമ്മദിയത്ത് ആർക്ക് കയറാൻ കഴിയില്ല? ആർക്കും ഇല്ല. ജാണാൻകുട്ടി ആർക്കും കഴിയില്ല. ഒരാൾക്കേ ഉള്ളൂ. അതാണ് മെഹ്റാബുൽ വുജൂദി. മെഹ്റാബ് പറഞ്ഞ ഒരാൾക്കുള്ള സ്ഥലം. ഇവിടുത്തെ വരി വായിച്ചോക്ക്. ഇവിടുത്തെ വരി വായിക്ക്. അങ്ങ് മെഹ്റാബാണ്. എന്താ മെഹ്റാബ്? പറയാ ഷമീറ, എന്താ മെഹ്റാബ്? എന്താ? ഒരുപാട് ആൾ കയറിക്കണാണോ മെഹ്റാബ്? 100 കോടി റുപ്യന്റെ പള്ളിയാണെങ്കിലും മെഹ്റാബിൽ ഒരാൾ എനിക്കുള്ളൂ. വുജൂദിന്റെ മെഹ്റാബിൽ നിന്ന ആൾ അങ്ങാണ്. അവിടെ ഒരാളേ ഉള്ളൂ. രണ്ടാമത്തെ ഒരാൾ അവിടെ ഇല്ല. ഇനി അയാളെ മാറ്റി വെക്കാൻ വേറെ ആളുമില്ല.
ഫഇന്നക മിഹ്റാബുൽ വുജൂദ്, അങ്ങ് വുജൂദിന്റെ മെഹ്റാബാണ്. എന്താ മെഹ്റാബ് പറഞ്ഞാൽ പറയും? മെഹ്റാബ് പറഞ്ഞാൽ ഒരാൾ മാത്രം നിൽക്കുന്ന സ്ഥലം. അവിടെ ആളേ ഉള്ളൂ, ഇയാളേ ഉള്ളൂ. ഇബ്രാഹിം നബി ഇല്ല. മക്കത്തെ പള്ളി 5 നേരത്തിന് 5 ഇമാമാണ്, ഇവിടെ 5 ഇമാമില്ല. ഫഇന്നക മിഹ്റാബുൽ വുജൂദ്, മെഹ്റാബിൽ നിന്ന ആൾക്ക് മെഹ്റാബ് എന്നാണ് പേരിട്ടു. കാരണം ആ മെഹ്റാബിൽ ഇനി വേറെ ആളില്ല. അപ്പൊ ഈ ആൾക്ക് നിങ്ങൾ എന്തെന്നെയാണ്? മെഹ്റാബ് തന്നെയാണ് നിങ്ങൾ. കാരണം ആ മെഹ്റാബ് നിങ്ങൾക്ക് ഉണ്ടാക്കിയടാ. മനസ്സിലല്ലേ പറഞ്ഞത്? ആ മെഹ്റാബ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. രണ്ടാമത്തെ ഒരാൾ ആ മെഹ്റാബിൽ ഒരിക്കലും നിൽക്കൂല. അങ്ങാ മെഹ്റാബിൽ നിന്ന ആളാണെന്നാ പറയണ്ടത്. ഞങ്ങളോട് ഇന്നലെ പറഞ്ഞു, ഹാലാണ് ഉദ്ദേശിച്ചത്, മഹല്ല പറഞ്ഞത്. അമേരിക്കയിൽ ജോലിയുള്ള അമ്മായിന്റെ മകൻ വന്നപ്പോൾ ബാപ്പ എന്താ വിളിച്ചു പറയാ? ആ നമ്മളെ അമേരിക്ക എത്തി അമേരിക്ക ചായടുക്ക്. ഓനെന്ത് പേര് കൊടുത്തു? അമേരിക്ക എന്ന പേര് കൊടുത്ത്. അത് മഹല്ല. മഹല്ല് പറഞ്ഞു, ഉദ്ദേശം എന്താ? ഹാല. ഹാല് ഇറങ്ങി നിന്നാൾ, മഹല്ല് ഇറങ്ങി നിൽക്കേണ്ട സ്ഥലം. ഇവനെന്ത് വിളിച്ചു? ഇവനെ കുഞ്ഞാപ്പുട്ടിന്നാ വിളിക്കണ്ട്. പക്ഷെ എന്താ വിളിച്ച്? അമേരിക്ക എന്ന് വിളിച്ച്. ഇവൻ കുഞ്ഞാപ്പുട്ടി പറഞ്ഞാൽ ആരാ? അമേരിക്കയിൽ ഇറങ്ങി നിൽക്കണ. പക്ഷെ ഇവനെ ഇപ്പൊ എന്ത് വിളിച്ചു? അമേരിക്ക. എന്തുകൊണ്ട്? ആ നാട്ടിൽ വേറെ അമേരിക്കക്കാരനില്ല. വേറെയും അപ്പുറത്തെ പേരും ഇപ്പുറത്തെ പേരും അപ്പുറത്തെ പേരും ഇപ്പുറത്തെ പേരും എല്ലാം അമേരിക്കയിൽ പോയാണെങ്കിൽ ഇവിടുന്ന് പെണ്ണുങ്ങളും ആ അടുക്കളയിൽ നിന്നും വല്യമ്മ വിളിച്ചു വെക്കും. ഏത് അമേരിക്ക? ഏതാണ് നിങ്ങൾ പറഞ്ഞേ? ഒരാളെ അമേരിക്കയിൽ പോയിട്ടുള്ളെങ്കിൽ നമ്മൾ അമേരിക്കയാണെന്നു പറഞ്ഞാൽ ബാപ്പാക്കും വേറെ ഉദ്ദേശം ഉണ്ടാവില്ല, വലിയമാക്കും വേറെ ഉദ്ദേശം ഉണ്ടാവില്ല. അത് നമ്മളെ എന്താ പറയാ സാബിറാന്റെ മകൻ അമേരിക്കയിൽ പോയ മൂട്ടിയക്കാരൻ ഉദ്ദേശിച്ചത് വന്നപ്പോൾ തന്നെ. രണ്ടാമത്തെ ഒരാൾ അവിടെ അമേരിക്കയിൽ പോയിട്ടില്ല. തന്നെ മഹല്ല് പറയാ, ഹാല് ഉദ്ദേശിക്കുക. മഹല്ല് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം, ഹാല് ഇറങ്ങി നിൽക്കുന്നവൻ. ഫഇന്നക മിഹ്റാബുൽ വുജൂദ്, വുജൂദിന്റെ മെഹ്റാബ് അങ്ങാണ്. അതായത് മെഹ്റാബിൽ ഇറങ്ങി നിൽക്കുന്ന ആൾ. അവിടെ ഇനി വേറൊരാൾ ഇല്ല, ഉണ്ടാവില്ല. അത് അഹമ്മദിയത്താണ്. അഹമ്മദിയത്തിൽ ഇബ്രാഹിം നബി ഇല്ല, പിന്നെ എങ്ങനെ ഉണ്ടാവും അലൈഹിസ്സലാം? അഹമ്മദിയത്തിൽ ആരില്ല? മോനെ ആരില്ല? ഇബ്രാഹിം നബി ഇല്ല, ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ല, ജിബ്രീലില്ല അലൈഹിസ്സലാം. അങ്ങ് മാത്രമുള്ളത്. മെഹ്റാബിലൊക്കെ നിർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ജിബ്രീൽ പറഞ്ഞു, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചന്തക്കൊണ്ട് എന്നാൽ ഞാനും വരണ്ട്, അപ്പം ഞാൻ നിന്നോണ്ട്. അങ്ങനെ ഉണ്ടോ? ഇല്ല, ഇല്ല. വുജൂദിന്റെ മെഹ്റാബിൽ ആരേ ഉള്ളൂ? മുഹമ്മദ് മുസ്തഫ. ഒരു ജിബ്രീലും ഇല്ല, ഒരു മീകായിലും ഇല്ല, ഒരു ഇസ്രാഫീലും ഇല്ല, ഒരു അസ്റായിൽ. എന്താണ് ഇവൻ ആളപ്പണി? പ്രശംസ. ആരെ പ്രശംസിക്കുക? അല്ലാഹുവിനെ. അതാണ് ഇബാദത്ത്. അന്നെ ഇബാദത്ത്, അതെന്നെ ഇബാദത്ത്. മറ്റൊക്കെ ഏർപ്പാട്. നിങ്ങൾ ഈ തുണിഷാപ്പിൻ്റെ മുന്നിലൊക്കെ ചില മനുഷ്യന്മാരെ നിർത്തിയത് കണ്ടിട്ടില്ലേ? ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് പേക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? ചില നല്ല നല്ല തുണി കുപ്പായിട്ടിട്ടാണ്, ഫാനും കുപ്പായിട്ടിട്ട് നിർത്തും. കണ്ടിട്ടില്ലേ? എന്താണ് ഉറങ്ങുന്നത് അല്ലേ? ഫൈബറിൻ്റെയും മറ്റൊക്കെ. ഇപ്പം ഈ അടുത്ത് എനിക്കൊരു തെറ്റ് പറ്റി. 1-2 തൊട്ടപ്പോൾ ആ തെറ്റ്. എന്താ തെറ്റെന്ന് പറഞ്ഞാൽ, ഒറിജിനൽ ആളെ എന്ത് തോന്നിപ്പോയി? മനസ്സിലായില്ല? ഇത് ബൊമ്മയും തോന്നിപ്പോയി. തെറ്റ് എല്ലാ തുണിഷാപ്പിൻ്റെ മുന്നിലും. ഇതാണ് നമ്മളെ നിസ്കാരം. നമ്മളെ നിസ്കാരം അതാ. നമ്മൾ തുണിഷാപ്പിൻ്റെ മുന്നിലുള്ള ബൊമ്മയാണ് നമ്മളെ നിസ്കാരം. ഓനും ഖിയാമിലാണല്ലോ. നീ റുക്കുയിലായിട്ട് വേറെ ബൊമ്മനെ പഠിച്ചു നോക്കാം. സുജൂദിൽ വേറെ ബൊമ്മനെയും പഠിച്ച്, ഖുഊദിൽ വേറെ. 4 കൈഫിയത്തല്ലേ ഉള്ളൂ. പറയും ഖിയാം, റുക്കൂ, എന്താ പറഞ്ഞത്, സുജൂദ്, ഖുഊദ്. 4 മർത്തബല്ലേ ഉള്ളൂ. 4 സൈസ് ബൊമ്മനെ പഠിച്ചു. ഒന്ന് നിൽക്കണ ബൊമ്മ, ഒന്ന് റുക്കുയിലെ ബൊമ്മ, ഒന്ന് സുജൂദിലെ ബൊമ്മ, ഒന്ന് അത്തഹിയ്യാത്തിലെ ബൊമ്മ. ഇതന്നെ ഇപ്പം നമസ്കാരം. ഇതല്ലേ നമ്മളെ നമസ്കാരം. ഞാൻ അതിനൊക്കെ ഒരു മോട്ടർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? എന്തെങ്കിലും ചില ഉപകരണങ്ങളുണ്ടല്ലോ. എന്ത് ബിൽക്കം എന്ന് പറയുന്ന ഉപകരണമല്ലേ, പാട്ട് പാടുന്ന ഉപകരണങ്ങളില്ലേ? ഇപ്പം എന്ത് ചെയ്തു? ഫാത്തിഹ സൂറത്ത് ഒരു ബൊമ്മ, ഖിയാമിലുള്ള ബൊമ്മ എന്താക്കുന്നു? എന്താ ഓർമ്മ? ഫാത്തിഹ സൂറത്ത് ഓതും. റുക്കോയിലെ ബൊമ്മ സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി എന്ന് പറയും. സുജൂദിലെ ബൊമ്മ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് പറയും.
ഇതിനല്ലേ നമസ്കാരം. അത് കഴിഞ്ഞിട്ട് ഇടത്തോട്ടും വല്ലയിടത്തോട്ടും ബൊമ്മൻ്റെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞു. അടുത്ത അടിച്ചാൽ പിന്നെ അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും. ഇതന്നെ നമ്മൾ ഇതൊരാൾക്ക് സമർപ്പിക്കുകയാണെന്നും അയാളെ സ്നേഹിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഞാൻ എൻ്റെ പരമാവധി സ്നേഹം എന്നിട്ട് അസ്തഗ്ഫിറുല്ലാ. എന്തിനാ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞത്? ഇതെന്താ വ്യഭിചാരം? നിസ്കാരം കഴിഞ്ഞ ഉടനെ പറഞ്ഞ് കള്ളുടി കഴിഞ്ഞിട്ട് പറയണ വർത്തനം. കള്ളുടി കഴിഞ്ഞാൽ അന്തണ്ടാകണേ എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാ അല്ലാതെയും പഠിച്ചോനെ. നിസ്കാരം കഴിഞ്ഞാൽ എന്താ പറയാ? സുബ്ഹാനല്ലാഹ്. പിന്നെ കുറെ നേരം പോകും. സുബ്ഹാനല്ലാഹ് 33. നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാ. എന്തോ വലിയ സിന ചെയ്ത മാതിരി. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തേ ഇവിടെ അസ്തഗ്ഫിറുല്ലാ? ആ തന്നെ എൻ്റെ അർത്ഥം. താന്തിയും തറവാട്ടുള്ളവർക്ക് പറയാൻ കഴിയും. അതാണ് ഇതിൻ്റെ അർത്ഥം. നിന്നെ പ്രശംസിക്ക എൻ്റെ വാറ്റില് അത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ട് എത്രയായാലും നീ ആവശ്യപ്പെട്ടതുപോലെ ചെയ്യാൻ കഴിയൂല. അപ്പോൾ അവിടെ കള്ളുടിയനെ പോലെ തന്നെ നിൽക്കണത്. ഒരു പക്ഷെ കള്ളുടിയൻ്റെ അപ്പുറത്ത് നിൽക്കണത്. അവൻ്റെ ആയുസ് മുഴുവൻ നശിപ്പിച്ചു. കള്ളുടിയൻ എന്നുള്ള പുറത്തു കൊടുത്താൽ ചിലപ്പോൾ നിനക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം നിസ്കാരം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതിന് 7,000 എത്തിയില്ല. അപ്പം നിന്റെ കരച്ചിൽ തീരൂല. അതന്നല്ലേ ഇവിടെ എന്താ ഉള്ളത്? റൂഹ് കയറ്റണം. എന്താ റൂഹ്? പ്രശംസ. പ്രശംസന്റെ അപ്പുറത്തെ സാധനമുണ്ട്, മഹബത്ത്. അവസാനം കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തൊന്നുമില്ല. ഹൃദയത്തിലും നാവിലെ പ്രശംസ ഹൃദയത്തിന് പ്രശംസിക്കണം. അതിന് ഹൃദയത്തിൽ എന്ത് വേണം? മഹബത്ത് വേണം. ഇനി അപ്പുറം ഒന്നുമില്ല. ആരോട് മഹബത്ത്? ഖാലിഖായ റബ്ബിനോട് മഹബത്ത്. അങ്ങനത്തെ ഒരു സംഗതി നമ്മളെ കൽബിൽ ഇല്ല. നമ്മൾ കൂലിക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. കുഞ്ഞിരാമന് എന്നൊക്കെ പറഞ്ഞു. ഇതല്ലേ സത്യം? ഇതല്ലേ സത്യം? ഇതന്നെ പ്രശ്നം. അപ്പൊ അതാണ് ഇത് തീർന്നിട്ടില്ല. ഇനിയൊരു ക്ലാസ് കൂടി പറയേണ്ടി വരും. 1-2 ക്ലാസ് പറയേണ്ടി വരും. ഇത് കുറച്ചും കൂടി പറയേണ്ടി വരും. അഹ്മദിയത്തിന്റെ മർത്തബയാണ് മെഹ്റാബുൽ വജൂദ്. മെഹ്റാബ്, ഒരാൾ ഒറ്റക്ക് നിൽക്കുന്ന വുജൂദിന്റെ വുജൂദ് കൊണ്ട് മുഴുവനും രക്ഷപ്പെട്ട കാര്യം റബ്ബിന്റെ, ഖൽഖിന്റെ വുജൂദ് കൊണ്ട് രക്ഷപ്പെട്ട കാര്യം റബ്ബിന്റെ ഹംദാണ്. അതിൽ മെഹ്റാബിൽ ആരുമാണ്? മുഹമ്മദ് മുസ്തഫയാണ്. രണ്ടാമത്തെ ഒരാൾ അല്ലാഹുവിനെ പ്രകാരം പ്രശംസിച്ചിട്ടില്ല. അത്ര നേരത്തെ പ്രശംസിച്ചില്ല. ആകാശമുള്ളതിന്റെ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രശംസ തുടങ്ങിയതാണ് അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ എനിക്കറിയൂല. അറിഞ്ഞാ അന്യം വായ വിട്ടും. എന്തിനാണ് ഈ വായ തുറക്കണത്? അന്തല്ലാത്തോണ്ട്. അന്തം കിട്ടിയാലോ പിന്നെ ഉണ്ടൂല എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് എൻ്റെ വയൽ നടക്കുന്നത്? എനിക്ക് അന്തം കുറവായതുകൊണ്ടാണ്. അന്താണ് കിട്ടിക്കഴിഞ്ഞാൽ അന്നാണ് നിർത്തും. അന്തം കിട്ടിയ തരിപ്പട് കയറും. പിന്നെ ഉണ്ടൂല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആ അന്താണ് സിയമന് കിട്ടിയത്. നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് അന്തം കിട്ടുമെന്ന് വിചാരിക്കണ്ട. സിയമന് അന്തം കിട്ടി. സിയമന് എന്താ നടക്കാൻ? സുന്നികളിപ്പോൾ തർക്കിക്കുക. എന്താ സിയമന് നടക്കാത്തെന്നല്ല ഞാൻ തർക്കിക്കുക. എന്തേ? തരിപ്പുകാരി. പിന്നെ ഒന്നുമില്ല. കുന്തു സമഅഹുല്ലദീ യസ്മഉ ബി വബസറഹുല്ലദീ യബ്സറു ബി. മനസ്സിലായില്ലേ? യദഹുല്ലദീ യബ്തിഷു ബിഹാ വരിജ്ലഹുല്ലദീ യംശി ബിഹാ. അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ പിടിക്കുന്ന കയ്യും ഞാനാവും. അല്ലേ? ആ അബ്ദിന് എന്തേ ഉള്ളൂ? അള്ളേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തു ഞാനോ? അവനെ കാണുന്ന കണ്ണു ഞാനോ? അള്ളാഹു ത്രികാലത്തിനപ്പുറത്തുള്ള ആളോ? കയറ്റാണ് ഞാൻ. കയറ്റി കയറ്റാൻ പോവാ. ഇപ്പൊ നിങ്ങളെ ഞാൻ ഒറ്റടിക്ക് കയറ്റും. അവൻ കാണുന്ന കണ്ണ് ഞാനാവും പറഞ്ഞാൽ എന്റെ വായന. അവൻ കാണുന്ന കണ്ണ് ഞാനാവും പറഞ്ഞ വായന. രാവിലെ ഇവിടെ വന്ന് പറഞ്ഞല്ലേ, തലക്ക് കൊടുക്ക്, തലക്ക് ചൂട് കൊടുക്ക്. അവൻ കാണുന്ന കണ്ണ് ഞാനാവും. ഖുദ്സിയ ഹദീസാ മുത്തവാത്തിറായ ഹദീസാ ആണോന്നാണ് എന്റെ അഭിപ്രായം. അത്രയും മഹാന്മാർ രേഖപ്പെടുത്തിയ ഹദീസാണ്. അത്രയും സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത എല്ലാ മഹാന്മാർ രേഖപ്പെടുത്തിയ റിപ്പോർട്ടാ ഹദീസാ. മുത്തവാത്തിറാനെ ഓർപ്പിച്ചല്ലേ? മുത്തവാത്തിറിന്റെ സ്ഥാനത്താണ് ഹദീസ്. ലോകത്തെ ഹദീസ് പറയാത്ത മഹാന്മാരില്ല. ഖുദ്സിയ ഹദീസാ. ഒരാൾ എനിക്ക് വേണ്ടി നിലകൊണ്ട് ഞാൻ അവൻ അംഗീകരിച്ചാൽ കുന്തു സമഅഹുല്ലദീ വബസറഹുല്ലദീ വയദഹുല്ലതീ വരിജ്ഹുല്ലതീ. അവൻ കാണുന്ന കണ്ണ് ഞാനാവുന്ന അതിൻ്റെ അർത്ഥം എന്താ?
അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുട്ടികളെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് സ്വർഗത്ത് കയറിയിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ഭക്ഷണം എന്താണെന്ന് എനിക്ക് ഇവിടുന്ന് പറയാൻ കഴിയും. കുട്ടിയെ പിന്നെ കാണാത്തത് എന്നൊന്നും അവിടെ ഉണ്ടാവില്ല. ഒക്കെ പിന്നെ അവിടെ എന്താണ് കാണും. ത്രികാലങ്ങൾക്ക് അപ്പുറത്തേക്ക് കയറുക. ഞാനാണ് പിന്നെ കണ്ണ്, പിന്നെ കണ്ട് ഞാനെന്നെ അറിയിച്ചു കൊടുക്കാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ അവൻ്റെ കണ്ണാവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറയ് ഞാനാണ് അവൻ്റെ കണ്ണ് പറഞ്ഞത്. എനിക്ക് എന്തില്ല, ത്രികാലങ്ങളില്ല. ഇന്നലെ ഇന്ന് നാളെ എന്ന് നമ്മക്കേ ഉള്ളൂ, ആർക്കില്ല. ഇല്ല. 3 മണിക്കൂർ കൊണ്ട് ഒരു പാറ്റ ചത്തു. ഒരാൾ ഇവിടെ 24 മണിക്കൂർ ഇരുന്നു. ഇങ്ങനെ നോക്കിയാണ്. മനസ്സിലായില്ലേ? കുറച്ച് പാറ്റകളുണ്ടായി, 3 മണിക്കൂർ കൊണ്ട് ചത്തു. മനസ്സിലാവുന്നു പറഞ്ഞത്? ഈ ഒരു പാറ്റ ഉണ്ടായി, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ പാറ്റ ഉണ്ടായി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേറൊരു പാറ്റ ഉണ്ടായി. 5 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു പാറ്റ ഉണ്ടായി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ 5 മിനിറ്റ്, അതായത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ രണ്ടാമത്തെ പാറ്റ ഉണ്ടല്ലോ, ആ പാറ്റ പിന്നെ വയസ്സാവുമ്പോൾ വയസ്സൊക്കെ ഇപ്പം എത്ര ഉണ്ടാവും? 3 കൊണ്ടും വെറുതെ മരക്കുമണമൊക്കെ കഴിയും. അപ്പോൾ ആ പാറ്റ പുതിയതായി ജനിക്കുന്ന പാറ്റിനോട് എന്താ പറയുക? പിന്നെ ഇന്നലെയാണ് മറ്റേക്കാക്ക മരിച്ച്, ഇനിയിപ്പോൾ ഇന്ത്യക്കൊക്കെ സമയം എപ്പോഴാണാവോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പാറ്റ എന്തായി? ഈ കാക്കയെ മരിച്ചു. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ട രണ്ടാമത്തെ പാറ്റ ഉണ്ടല്ലോ, രണ്ടാം പാറ്റ, ആ പാറ്റ 10 മിനിറ്റിലാണ് ജനിച്ച്, മറ്റേ 5 മിനിറ്റിൽ ജനിച്ച്, ഉദാഹരണമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15ാമത്തെ മിനിറ്റിൽ ജനിക്കുന്ന ഈ 3ാം പാറ്റയോട് രണ്ടാം പാറ്റ എന്താ പറയുക? ഒരാളുണ്ടായിരുന്നു, ഞാൻ മരിക്കണ കണ്ണ് കണ്ടു, ഇന്നലെയാണ് മൂപ്പര് വെച്ച്. അങ്ങനെ 24 മണിക്കൂർ കൊണ്ട് കോടാനക്കോടി പാറ്റകൾ രാവും പകലും ഇന്നലെയും ഇന്നും ആയിട്ട് അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ നോക്കി ഒരു മനുഷ്യൻ കുത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ ആ 24 മണിക്കൂറിൽ ഇന്നലെയും നാളെയില്ല, ഒക്കെ ഇന്നാണ്. ഇതിങ്ങനെ തന്നെ അള്ളാൻ്റെ അടുത്ത് വെച്ചുക. നമ്മളെ ആയുസ് കുറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾക്ക് ഇന്നലെ ഇന്നും ഉണ്ടായത്. അള്ളാഹു തലക്ക് ഇന്നലില്ല ഇന്നില്ല. ഇനി മനക്ക് ഞാൻ അവൻ്റെ കണ്ണാവും എന്ന് പറഞ്ഞാൽ പിന്നെന്താ? അതിൽ ഇന്നലിന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. മഹ്ശർ ഇന്ന് തന്നെയാണ്. പറയും സ്വർഗം തന്നെയാണ്. ആണോ? അല്ലേ? ഈ വ്യക്തിക്ക് സ്വർഗം തന്നെയാണ്. കാരണം അയാൾക്ക് നാളെയില്ല ഇന്നലില്ല, അങ്ങനത്തെ ഡയമെൻഷനാണ് അയാൾ. 3 ഡയമെൻഷന് അപ്പുറത്താണ്. അപ്പം അയാൾക്ക് എന്തേ ഉള്ളൂ? ഇന്നേ ഉള്ളൂ. എന്തില്ല? ഇന്നലെയില്ല, നാളെയില്ല. ശരി, അത് അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അള്ളാഹ് കയറിയാലോ, അള്ളാഹിനെ കഴിവ് കയറിയാലോ, അയാളെ കണ്ണിന് ചിലര് കണ്ണട വേണ്ടി വരില്ല. അയാൾ ജസദിനേ ഉള്ളൂ, ഹൃദയത്തിന് കണ്ണിൽ കണ്ണടല്ല. കോടാനക്കോടി വർഷങ്ങൾ മഹ്ശറിൽ കഴിഞ്ഞ് അല്ലെ സ്വർഗത്തിലെത്തിയിട്ട് നടക്കുന്ന സംഭവം അയാളിപ്പോൾ എന്താ പറയും? നിനക്ക് സ്വർഗത്തിൽ നിന്ന് 100 കൊല്ലം കഴിഞ്ഞാൽ എനിക്കൊരു പദവി കിട്ടുന്നുണ്ട്. ആ പദവി ഭയങ്കര, അതല്ലാത്ത കോടിക്കണക്കായ സൃഷ്ടികളെ നടുവെന്ന് അള്ളാഹു നിനക്കൊരു മാല അണിയിക്കാൻ വേണ്ടി മലക്കളെ ഏൽപ്പിക്കും. അയാൾക്ക് ഇന്ന് പറയാം. എന്തുകൊണ്ട്? അയാൾക്ക് നാളല്ല, അയാൾക്കെല്ലാം ഇന്നാണ്. അപ്പം സിയം അങ്ങനത്തിനാണ്ട്, ബിരിയാണി പാപ്പ അങ്ങനെയുണ്ട്. ഒരു ജിലഹുല്ലത്തി എംഷിബിഹ. ഇവിടെ ചെറുപ്പശ്ശേരി അടുത്തുണ്ട് ഒരാൾ ബിരിയാണി പാപ്പൻ്റെ ഖാദിമായി പോയി. എവിടേക്ക്? അജ്മീർക്ക്. കുറച്ച് ദിവസം അജ്മീർ നിന്നപ്പോൾ ഈ ഔലിയപ്പാപ്പ പറഞ്ഞു ഈ ആളോട്, നമുക്ക് ബാഗ്ദാദ് പോവാം. അപ്പോൾ പറഞ്ഞു, അതൊക്കെ എങ്ങനെ നടക്കും പാപ്പേ? ബാഗ്ദാദൊക്കെ എവിടെ? ഹജ്ജിൻ്റെ ഒപ്പം വന്നാൽ മതി, നമുക്ക് നാളെ രാവിലെ ബാഗ്ദാദിലെത്താം. അങ്ങനെ ഇത്ര രാവിലെ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് 2 ആളുകൾക്ക് പോവുകയാണ്, ബാഗ്ദാദിലാണ്. അപ്പം നടക്കുകയാണ് ബാഗ്ദാദിക്ക്. ബാഗ്ദാദ് ആമലിൻ്റെ അപ്പുറത്ത് തന്നെയാണ്, ബേജാറുണ്ട. ബീരൻ പാപ്പൻ്റെ ഒപ്പം പോയി ഒരു കുന്നിൻ്റെ ചെരുവിലേക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പം എവിടെ എത്തി? ബാഗ്ദാദ്. അജ്മീറിൽ നിന്ന് ഒരു കുന്നാണ് ചെരിഞ്ഞപ്പോഴത്തേനും എവിടെ എത്തി? നിങ്ങൾ ടോളിയുടെ ഈമാനില്ലാത്ത ജാഹിലുകളെ. പിന്നെ അറബികൾ, അപ്പോൾ അറബികളും കാര്യം അതും ഇതും കുബൂസും മത്തിനും മറിച്ചൊക്കെ ഒക്കെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടി. കുറേ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ പൂജയായി. അപ്പോൾ അവർ പാപ്പ എന്ത് പറഞ്ഞു? നമുക്ക് മടങ്ങും ചെയ്തു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മണ്ണാർക്കാടെത്തി.
എന്താ കാരണം? ഒരു ജിലഹുല്ലത്തി എംഷിബിയ ഒന്ന് നടക്കുന്ന നിങ്ങളിൻ്റെ ചങ്ങന്മാരെ ഇതിൻ്റെ പേരിൽ വയൽ പറഞ്ഞിട്ട് പൈസ വാങ്ങുമ്പോൾ ഇതൊന്ന് ആലോചിച്ചൂടെ? ഈ അരിയെ തോതിയിട്ട് വയൽ പറയാ കവർ വാങ്ങിപ്പോവുക, ഇതൊന്ന് ആലോചിച്ചൂടെ? എന്താണ് പറഞ്ഞത്? ഒരു ജിലഹുല്ലത്തി എംഷിബ അള്ളാഹു തആലക്ക് വിചാരിച്ചാൽ രിജിലില്ലല്ലോ, പിന്നെ പറയുന്നത് മയനെന്താ? നീ വിചാരിച്ചിട്ട് രിജിലായിരിക്കില്ല, അതല്ലല്ലോ ഒന്നാണ്ടത്. എന്താ അവൻ്റെ കാലൊന്നും ഇങ്ങനെ എടുത്തുവെച്ചാൽ ബഗ്ദാദായി. ഭൂമി ഒരു ഉണ്ടപ്പോൾ എൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ. എനിക്കൊരു കാലം ഇങ്ങനെ എടുത്തേക്കാൻ എന്തുള്ളൂ? ഭൂമിയുള്ളൂ. അപ്പോൾ കളിയാക്കണമെന്ന് പലതും ചോദിക്കാം. അങ്ങ് ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിൽ എന്നോവർ ആകുമ്പോൾ പിന്നെ മൂപ്പര് എവിടെയാണാവോ നിന്ന്? മൂപ്പര് എൻ്റെ അമ്മേൻ്റെ പിന്നെ ഇവിടെ പോയി നിന്ന്, എൻ്റെ അമ്മേൻ്റെ അവിടെയാണ് മൂപ്പര് നിന്ന്. വിട്ടി ചോദിക്കുക എന്താണ് അപ്പം അതിൻ്റെ അർത്ഥം? അതിനൊക്കെ ഈ പറഞ്ഞ മേനാണ് അതിനുള്ളത്. ഭൂമി ഒരു ഉണ്ട പോലെ എൻ കയ്യിൽ എന്നോവർ നടത്താൻ എനിക്ക് ഇങ്ങനെ കനതുള്ളൂ എൻ്റെ റബ്ബ്. പിന്നത്തെ ഒരു യദഹുല്ലത്തി എംഷി ബിഹാറിന അങ്ങനെയായാൽ പിന്നെന്ത് ഭൂമിയാ, പിന്നെന്താ ആകാശ? ഒരു വിരല് ചൂണ്ടിയപ്പോഴത്തേന് ചന്ദ്രൻ പിളർന്നില്ലേ? ജബൽ അബിയക്കുബൈസിനും ഇങ്ങനെ ആക്കിയില്ലേ? അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റല്ലേ ഇതൊക്കെ? ആണോ അല്ലേ? എന്തേ മാനത്തേക്ക് ചന്ദ്രനിലേക്ക് ശാസ്ത്രജ്ഞന്മാരെ വിട്ടിട്ട് ഓലെ കൊണ്ട് ഉളിയും കൊടുത്താച്ച് ഇങ്ങനെയൊക്കെ ഇത് വെല്ലോണ്ട് ഇങ്ങനെയൊക്കെ ചന്ദ്രൻ ഉണ്ടായി. പിന്നെ ഒരു വിചാരിച്ചു കൂടുതലായിരിക്കും, ഒരു മിനിറ്റ് കൊണ്ട് കൂട്ടുകയും ചെയ്തു. അതിനാ വിഷയമല്ല. അതാണ് ഒരു യദഹുല്ലത്തി ഷിബിയ ഷിബിയ അവൻ പിടിക്കുന്ന പറയേ കഹിയാനാവും. ഇങ്ങനെ ഓടിയാൽ മതി, 2ആവും 4ആവും 10ആവും വിചാരിച്ച മതി. കാരണം ഈ മനുഷ്യനോട് ഈ മനുഷ്യൻ എന്തിലേക്ക് ചേർന്നു? ഇലാഹിൻ്റെ കുദ്റത്തിലേക്ക് ചേർന്നു. ഇലാഹിനെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ടു. നമുക്കത് നടക്കൂല. കാരണം ഇലാഹ് എന്നത് ഇതുവരെ കൽബിൻ്റെ ഉള്ളിൽ നമുക്ക് ആത്മാർത്ഥമായി കയറിച്ചില്ല. എന്താണ് മനുഷ്യന്മാർ ഇതിലൊക്കെ തർക്കിക്കുന്നത്? എത്ര മഹാന്മാർ, എത്ര ഞാൻ അവസാനിപ്പിക്കണം. എത്ര മഹാന്മാർ. ഞാൻ റസൂലുള്ളാഹിനെ കാണാത്തൊരു സെക്കൻഡ് ഉണ്ടാവില്ല. ഈ ഒരു സെക്കൻഡ് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുസ്ലിം അല്ല കേട്ടോ അങ്ങനെ പറഞ്ഞവരില്ലേ? എത്ര അബുൽ ഹസൻ ഷാദുലി, അബുൽ അബ്ബാസ് മുർസി, എത്ര ഞാൻ ഒരു സെക്കൻഡ് റസൂലുള്ളാഹിനെ കാണാതിരുന്നിട്ടില്ല. ഇന്ന കണ്ണിൽ റസൂലുള്ളാഹി പറഞ്ഞാൽ പിന്നെ ഞാൻ മുസ്ലിം അല്ല കേട്ടോ. അപ്പോൾ അവരെ കണ്ണിൽ സദാ നമ്മയും നമ്മൾ ഇപ്പോഴും ആലോചിക്കുക. കണ്ടവരോടൊക്കെ പറയാം എനിക്ക് റസൂലുള്ളാഹിനെ സ്വപ്നം കാണാം, ദ്വാരക്കി പാടത്ത് പണിയെടുക്കുന്ന ആരാൻ്റെ പുരയ്ക്ക് 10 തൊട്ട് 25 തൊട്ട് 30 തൊട്ട് മനസ്സിലായില്ലേ? 10 പേരയിൽ പോയി പാത്രം കഴുകി നടു ഒടിഞ്ഞ് നടക്കുന്ന പെണ്ണിന് ഒരു മോഹം ഉണ്ടാക്കി ഒറ്റ രാത്രി ദ്വാരണ ആ രാത്രി നേരം മുഴുக்க മുമ്പ് റസൂൽ ആ കണ്ണിൻ്റെ മുന്നിൽ വരും. ചിലപ്പോൾ ഒരു മൂല്യർ 80 കൊല്ലം എന്ന് പറഞ്ഞാൽ വരില്ല. എന്തുകൊണ്ട്? മൂല്യർക്ക് നീങ്ങാൻ മറണ്ട്. ഈ പാവപ്പെട്ട പെണ്ണിന് മറല്ല. ഈ പാവപ്പെട്ട പെണ്ണിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് ആരെ? സുൽത്താനെ. ആ പെണ്ണിനറിയാം അള്ളാൻ്റെ ഹൗല ഖുവത്തിനെ പറ്റി അന്തമുണ്ട്. എനിക്കൊരു കഴിവും ഇല്ല എന്നുള്ള അന്തം. അതാണ് ആബിദിന് അവസാനം വേണ്ടത്. ഒരാൾ മൊയ്തീഷിക്കാപ്പള എനിക്കൊന്നും കഴിയൂലട്ടൊന്നും ഈ പെണ്ണിനറിയാം. അതേസമയത്ത് നമ്മക്കല്ല, നമ്മൾ UDF ആണ്, നമ്മൾ LDF ആണ്. നമ്മൾ കൂടിയൊരു കൂട്ടുകക്ഷി മുന്നണിയാണ് നടക്കുന്നത്. കുറച്ചൊക്കെ നമ്മളല്ലേ നമ്മളും ചെയ്യും. അറിയേ കുറച്ചൊക്കെ നമ്മളും ചെയ്യും. അങ്ങനെ ഒരു കൂട്ടുകക്ഷി മുന്നണി അള്ളാഹ് ഒറ്റയ്ക്ക് വേണ്ട, നമ്മൾ കൂടിത്തരാം. നമ്മൾ UDF അല്ല, LDF അല്ല. ലീഗ് ഒറ്റക്കൊല്ല, കോൺഗ്രസ് ഒറ്റക്കൊല്ല, CPM ഒറ്റക്കൊല്ല, CPI ഒറ്റക്കൊല്ല, അള്ള ഒറ്റക്കൊല്ല, നമ്മൾ ഒറ്റക്കൊല്ല. അള്ളാനോട് നമ്മൾ എന്ത് പറയണം? പറയുന്നില്ലെങ്കിൽ ഉള്ളിൽ അതാണ് കുറച്ചൊക്കെ ഞാൻ ഒപ്പിക്കാം. പക്ഷേ എല്ലാം കൂടി എനിക്ക് കഴിയൂല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനെല്ലാം ഇല്ലാക്കും. പള്ളിപ്പണി, മദ്രസ പണി, മറ്റതും മറിച്ചും കുട്ടികളെ നോക്കലും അതും അല്ല. പക്ഷെ വലിയ കാര്യങ്ങൾ അവിടേക്ക് എത്താൻ കഴിയില്ല. എന്തേ അങ്ങനെ തന്നെയല്ലേ? അറിവാണ് നിന്നെ ചതിച്ച്. അറിവാണ് എൻ്റെ ചതിച്ച്. നീ അറിവില്ലായ്മയെ അറിവാണെന്ന് മനസ്സിലാക്കി. അപ്പം നീ ചതിപ്പെട്ടു. പാത്തുമ്മ മനസ്സിലായില്ല. മൈമൂന അപ്പുറത്തെ പേരേക്ക് 25 പാത്രം കഴുകാൻ വേണ്ടി നാട് ഒടിഞ്ഞു പോണ പെണ്ണിന് കഴിവില്ലായ്മ നേരത്തെ തന്നെ മനസ്സിലായി. ആ പെണ്ണിൻ്റെ കണ്ണെന്ന് ആരും അറിയില്ല, മുത്തനബിയും അറിയില്ല. കാരണം ആ പെണ്ണിന് എന്തറിയാം? എനിക്കൊരു കഴിവും ഇല്ല എന്നറിയാം. എനിക്കൊന്നൊക്കെ എന്താ അറിയാം? ഈ നാട്ടിൽ ബഹുമാനിക്കുകയാണെങ്കിൽ ബഹുമാനിക്കേണ്ടത് ഇന്നെയാണ് എന്നറിയാം. അപ്പം നമ്മൾ മുശ്രിക്ക് ചെയ്തു. ആരിൽ കയറി? അള്ളാൻ്റെ കുതിരത്ത് കയറി. അള്ളാഹിനെ ജനം അംഗീകരിക്കണം, കുറച്ചൊക്കെ നീ അംഗീകരിക്കണം. അല്ല നടക്കില്ല. അപ്പം നമ്മൾ നന്നാവില്ല, നമ്മൾ നന്നാകുന്നില്ല. അപ്പുറത്തെ പേരേക്ക് പാത്രം കഴിക്കാൻ പോകുന്ന കുഞ്ഞാമിനെ നന്നാകാതിരിക്കില്ല. കുഞ്ഞാമിനക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീമിൻ്റെ
മാനറിയും. നമുക്കതിൻ്റെ അർത്ഥം വെച്ച് കൊടുക്കാൻ അറിയും, മാനറിയില്ല. എന്നിട്ട് നല്ല കോയർച്ചി തിന്ന് കവർ വാങ്ങി പോരാനറിയും. രാവിലെ എന്ന ദിക്കറൊക്കെ ജനങ്ങൾ പഠിപ്പിച്ച് കോയർച്ചൊക്കെ തിന്ന് കവർ വാങ്ങി നമ്മൾ പോന്നു. കുഞ്ഞാമിനക്ക് കവറുമില്ല, കബറേ ഉള്ളൂ ലാസ്റ്റ്. പക്ഷെ കുഞ്ഞാമിനൊക്കെ എന്തറിയും? എനിക്കൊരു കഴിവും ഇല്ല, ഞാൻ ഒന്നിനും പറ്റാത്തവരാണ്, എന്നെ റബ്ബ് സ്വീകരിക്കൂല. കഅബയെ നോക്കിയപ്പോഴത്തിന് മരിച്ചു വീണവരെത്രയാ? എന്തേ? അള്ളാഹ് കഅബയെ തവാഫ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇപ്പോഴത്തിന് മരിച്ചുപോയി. കഅബയെ കണ്ട് മരിച്ചുപോയി. കാരണം ഖൽബിന്റെ നിറഞ്ഞെടുക്കാണ് എന്ത്? അല്ലാഹ്. ഫഇന്നക മിഹ്റാബുൽ വജൂദ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഇതിന് ചിലപ്പോൾ 1-2 ക്ലാസ് കൂടി ഉണ്ടാവും. ഫഇന്നക അങ്ങ് മിഹ്റാബുൽ വജൂദാണ് മുഹമ്മദ് മുസ്തഫ. ആ മെഹ്റാബിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ആള് നിൽക്കുകയാണ്. അപ്പോൾ ആ ആൾ നമുക്ക് നായിബാണ്. ആ ആൾ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും പകരക്കാരനാണ്. ഒരു സൃഷ്ടിക്കും ആ ആളെ പോലെ ആകാൻ കഴിയില്ല. അപ്പോൾ ഈ ലോകത്തെ എല്ലാ സൃഷ്ടിക്കും ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? കല്ലിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ കല്ല് പറയാം അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. മരം പറയാം കാനത്തിൽ അഹ്ജാറു തുസല്ലിമു അലൈഹി. അബൂ ത്വാലിബ് എന്നവരെ വീട്ടിൽ നിന്ന് അറബി പോയിട്ട് അവിടെ ദാരിദ്ര്യമുള്ളത് കൊണ്ട് അറബി വീടുകളിൽ ഞാൻ ആട് മേച്ചു കൊടുക്കും. അപ്പോൾ അവരെനിക്ക് ധാന്യം തരും. ആ ധാന്യം ഞാൻ എൻ്റെ ഉമ്മാക്ക്, വളർത്തുമ്മയാണ് ഫാത്തിമ ബിൻത് അസദ്, അവർ കഞ്ഞി വെച്ചു കൊടുക്കും. എല്ലാ കുട്ടികൾക്കും അവിടെ ദാരിദ്ര്യമാണ്. മനസ്സിലായില്ല? അതിന് പോകുമ്പോൾ ഞാനിങ്ങനെ മരുഭൂമി കൂടെ നടന്നു പോകും. കാനത്തിൽ അഹ്ജാറു സൽമാനിയ. ഞാനൊരു കല്ലിൻ്റെ അടുത്ത് പോകുമ്പോൾ അങ്ങോട്ട് പറയും എനിക്ക് സലാം പറഞ്ഞ കല്ലിനെ എപ്പോഴും അറിയാം. എന്ത് 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 വേണ ആരിഫ, എനിക്കതറിയാം. എന്ത് പറയുമോനെ? ഏത് കല്ലുകൾ എനിക്ക് അതെന്ന് എനിക്ക് 10-15 വയസ്സുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും? പറേ ആട് മേക്കാൻ പോവും. അപ്പൊ ധാന്യം കൂലിയായി കിട്ടും. ആ കൂലിയാണ് ഇവിടെ അമ്മ കൊണ്ട് കൊടുക്കും. വളർത്തുമ്മക്ക് ആരാ വളർത്തുമ്മ? ഫാത്തിമ ബിൻത് അസ്അദ് റളിയല്ലാഹു അൻഹ പറയാ. എന്തിനാ നാവ് വെറുതെ പറയാതിരിക്കാന്? അവരെക്കാൾ വലിയൊരു ആളാരാ? ഒരു മുസ്തഫായ റസൂലുള്ളാഹിനെ വളർത്തുമ്മയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും സ്നേഹിച്ച വളർത്തുമ്മയാണ് ആര്? ഫാത്തിമ ബിൻത് അസ്അദ് റളിയല്ലാഹു അൻഹ. അവര് വഫാത്തായപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് ഖബർ കിളച്ചിട്ട് ഖബറിൽ ഇറങ്ങി കിടന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം. ഏതാ ഈ ഉമ്മ? ഫാത്തിമ ബിൻത് അസ്അദ് റളിയല്ലാഹു അൻഹ. അവരെ വീട്ടിലേക്ക് ധാന്യം കൊണ്ട് കൊടുക്കും. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ ആട് മേക്കാൻ പോകുമ്പോൾ കാനത്തിലെ അഹ്ജാറു കല്ലുകളായിരുന്നു തുസല്ലിമു അലയ്യ, എൻ്റെ മേൽ സലാം പറയും. വാന ആരിഫ, ആ കല്ലുകളെ എപ്പോഴും എനിക്ക് അറിയാം. ഈ കല്ലൊക്കെ സലാം പറയും, എനിക്കറിയാം. എന്തേ? ഇത് അത്രയും വലിയ ആളാന്ന് അവർക്കറിയാം. കല്ലിനറിയാം, മരത്തിനറിയാം. അതല്ലേ മിമ്പർ മാറ്റിയപ്പോൾ മിമ്പർ കരിഞ്ഞ് ഇത് അത്രയും വലിയ ആളാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ആളെ ചുമക്കലിൻ്റെ ഭാഗ്യമാണെന്ന് ആർക്കറിയാം? മിമ്പറിനറിയാം, നമ്മക്കറിയില്ല. നമ്മൾ റസൂലുള്ളാഹിനെ പ്രശംസിച്ചാൽ നമ്മൾ ഗാഫറാവോ എന്നുള്ള പേടിയിലപ്പോൾ. കാരണം നബിനെ നമ്മൾ പറഞ്ഞു അള്ളയാക്കിയാലോ. നബിനെ പ്രശംസിക്കുമ്പോൾ പേടിയാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പേടിയാ. മൊയ്തീൻ ശിഖർ അവന് മരിച്ചവരെ ജയിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാ. അങ്ങനെ ജയിപ്പിക്കുമോ? എന്തേ അല്ലയോ? മനസ്സിലാണ് പറഞ്ഞത്? അന്നൊരു വിഷയം തന്നെയല്ല. കാരണം ഇവരെ കയ്യും കണ്ണും ഒക്കെ ആരുടേതാണ്? അവിടെ കാരാ കുതിർത്ത കാണുന്നത് അല്ലാഹ്. കാരണം ഇവരാരിൻ്റെ ഫന ആണ്? അല്ലാഹുൽ ഫന ആണ്. നമുക്ക് ഉജൂദുണ്ട്, അവർക്ക് ഫന ഉള്ളൂ. ഫന സൃഷ്ടിയില്ലാതെയാകുക. ഉപ്പില്ലാതെ അപ്പോൾ കറി നന്നായി ഉപ്പുണ്ടായാലോ? നമ്മൾ നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ കൂട്ടിയ അവസാനത്തേക്ക് 1 മിനിറ്റ്. നമ്മൾ ഇന്ന് രാവിലെ ചട്നി ആയിട്ട് എടുത്ത് ഒഴിച്ച് തിന്നല്ലോ, അതിൽ ഉപ്പുണ്ടോയെന്ന് നമുക്കറിയോ? ആരെങ്കിലും കറി ഒഴിക്കുമ്പോൾ ഉപ്പുണ്ട് എന്ന് പറയലുണ്ടോ? ഉപ്പിനെ പറ്റി അറിയലെപ്പോഴാണ്? ഉപ്പില്ലാതെ ആവുമ്പോൾ, ഉപ്പേറെ ആവുമ്പോൾ. ഉപ്പ് പാകത്തിനാണെങ്കിൽ ഉപ്പ് ഫനായിലായി, കറിയിൽ ഫനായിലാണ് ഉപ്പ്. അപ്പൊ ഉപ്പിനെ ആരും അറിയില്ല. നബിദിന യോഗത്തിന് സ്വാഗതം പറഞ്ഞോന് എൻ്റെ ഇത് ജോയിന്റ് സെക്രട്ടറിക്ക് പറഞ്ഞില്ലെങ്കിൽ അന്നോ കുത്തിത്തിരിപ്പുണ്ടാക്കും. കാരണം ഓന് ഉജൂദുണ്ട്. തിരിഞ്ഞില്ല, ഓനുണ്ട് എന്നും ഓൻ ജോയിന്റ് സെക്രട്ടറി ആണെന്ന് ഓനറിയാം. അതുകൊണ്ടാണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്. അപ്പുറത്ത് അന്ന് അവിടെ ആ പരിപാടിക്ക് വന്ന് 100 രൂപ പ്ലേറ്റിൽ പെട്ടിയിലിട്ട് കൊടുത്ത സാധുവായ ഫാത്തുമാക്ക് ഉജൂദില്ല. ഓക്ക് ഫനാവ് മാത്രമേ ഉള്ളൂ.
ഓള് ലയിച്ചു പോയതാണ് ദീനിൽ. ജോയിന്റ് സെക്രട്ടറിക്ക് അങ്ങനെയല്ല. ഇയാളെ മൂക്കിൽ പങ്ങി വെച്ചാൽ സെക്രട്ടറി ആകുള്ള ആളാണ്. പിന്നെ ഇയാൾക്ക് വജൂദില്ലാതെ ഇയാൾക്കേ വജൂദുള്ളൂ. ബഹുമാനപ്പെട്ട ഉപ്പിന് 2 അവസ്ഥകൾ 3 അവസ്ഥ ഉണ്ട്. ഒന്ന് ഉപ്പ് കുറയുക, അപ്പം ഉപ്പിനെ ചീത്ത. രണ്ട് ഉപ്പേറ, അപ്പളുപ്പിനെ ചീത്തറിയും. ഉപ്പ് പാകത്തിനാണെങ്കിൽ ഉപ്പാരും അറിയേല്ല. അറിയലുണ്ടോ? പറയും മനുഷ്യന്മാരെ അൽഹംദുലില്ലാ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരാൾ പറഞ്ഞ പോലെ മന്ദൂസ് എന്നല്ലേ. ഉപ്പ് കറിയിൽ ഫന ആയിക്കഴിഞ്ഞാൽ ഉപ്പിനെ ആരും പറയില്ല. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. ആരും അറിയില്ല, ഫനായിലാണ് അവർ. അതന്നെ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നല്ല കൊടുക്കി ഈ ലോകത്തെല്ലാം ഹബീബാനും. എന്തുകൊണ്ട് അവർ ഫനായിലാണ്? അവരില്ല, ഒരാൾക്കേ വജൂദുള്ളൂ. ആരാണത്? മുഹമ്മദ്. ഫഇന്നക മിഹ്റാബുൽ വജൂദ്, വജൂദിന്റെ മിഹ്റാബിൽ നിങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ആത്തമാ. രണ്ടാമത്തെ മേന ഫഇന്നക മിഹ്റാബുൽ വജൂദ്. വജൂദ് പ്രശംസയല്ല. എന്ത്? ഈ ലോകത്തൊരാളെ ഉണ്ടായിട്ടുള്ളൂ. അതാരാ? മുഹമ്മദ് മുസ്തഫ. ബാക്കിയോ നിങ്ങൾ ഉണ്ടായാലെന്ത്, നിങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത്? ഇവിടെ ഉണ്ടായ ഒരാളേ ഉള്ളൂ. അതാരാ? ഫഇന്നക മിഹ്റാബുൽ ഹംദ് എന്നല്ല, ഫഇന്നക മിഹ്റാബുൽ വജൂദ്. ഒരാളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. എടുക്കേണ്ട പണി അയാളെ എടുത്തിട്ടുള്ളൂ. അപ്പോഴല്ലേ വജൂദ്. തോട്ടം നോക്കാൻ ഇങ്ങനെ രാവിലെ തോട്ടം നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമ്മൾ തൊഴിലാളിയെ പറഞ്ഞയച്ച് ഒരാളെ, അയാളിങ്ങനെ പോയി വന്ന്. അപ്പോൾ രാമ തോട്ടത്തിൽ പോയിനോ? അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം മുതലാളി പോയി. മുതലാളി പോയപ്പോൾ മുതലാളി അവിടുന്ന് 4 തേങ്ങ വീണ്, ഇവിടെ മറ്റേത് വീണ്, പട്ട വീണ് ഒക്കെ എടുത്തു. ഈ തോട്ടത്തിൽ പോയിട്ടില്ല. എന്ത്? തോട്ടത്തിൽ പോയ ഒരു പെരുമാറ്റം കാണുന്നില്ല. തോട്ടത്തിൽ ഒരാൾ പോയാൽ അതിൻ്റെ ഒരു പെരുമാറ്റം അവിടെ കാണും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്തു കൊടുക്കേണ്ട പെരുമാറ്റം ഈ ലോകത്ത് ഒരാളിനുണ്ടായിട്ടുള്ളൂ. അപ്പം അയാളെ ഇവിടെ തോട്ടത്തിൽ വന്നിട്ടുള്ളൂ. അതാണ് വജൂദിന് മെഹ്റാബ്. നമ്മൾ തോട്ടത്തിൽ വന്നിട്ടല്ല. ഇവൻ തോട്ടത്തിൽ വന്നിട്ടുണ്ട്, രാമൻ തോട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചാടി കിടക്കണോർ തന്നെ 4 തേങ്ങ തെങ്ങുമെന്ന് വിളിക്കണം, തിരിഞ്ഞു നോക്കിയിട്ടില്ല. തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോയോ തിരിച്ചു വന്നു. തോട്ടത്തിൽ പോയാൽ എന്ത് വേണം? ആ തേങ്ങ ഒന്ന് അങ്ങോട്ട് കൂട്ടി, ഈ പട്ടൊന്ന് ഇങ്ങോട്ടിട്ട്, അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അവിടെ എടുക്കേണ്ട പണിയെടുത്തോനല്ലേ അവിടെ വന്നു എന്നുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? ഇവിടെ എടുക്കേണ്ട പണി ഒരാളെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ദുനിയാവാകുന്ന തോട്ടത്തിൽ ഒരാളെ വന്നിട്ടുള്ളൂ. ഫഇന്നക മിഹ്റാബുൽ വജൂദ്. ബാക്കി വന്നാലെന്ത്, വന്നിട്ടില്ലെങ്കിൽ എന്ത്? ഒരാൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഉണ്മയുടെ മെഹ്റാബിൽ അങ്ങേ ഉള്ളൂ, വേറെ ആരുമില്ല. അത്ര തന്നെ റബ്ബന. ബാക്കിയൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, താഴെ നിലയിൽ ലൈറ്റിട്ടാൽ അതിൻ്റെ ചെറിയൊരു വെളിച്ചത്തിൽ മേലെ നിലയിലും നടക്കാം. എല്ലാവരും അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആ മേലെ നിലയിൽ നടക്കുന്നവരാണ് അമ്പിയാക്കൾ വരെ. ആരുടെ നിലയിലെ? റസൂലുള്ളാഹിയാകുന്ന താഴെ നിലയിൽ വെളിച്ചമാകുന്ന റസൂലുള്ളാഹിനെ കൊണ്ട് മേലെ നിലയിലേക്ക് വെളിച്ചം കിട്ടിയപ്പോൾ അതിൽ നടന്നവരാണ് അമ്പിയാക്കളൊക്കെ. പിന്നെ അത് നമ്മുടെ കാര്യം. ഫഇന്നക ശംസു ഫഇന്നഹു ശംസു ഫളിൻ. സൂര്യൻ നിങ്ങളാണ്. ഉംകവാകിബുഹ. ബാക്കിയുള്ളതൊക്കെ സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് പ്രകാശിക്കുന്നവർ മാത്രമാണ്. സൂര്യൻ ആരാ? മുഹമ്മദ് മുസ്തഫ അല്ലേ? അതല്ലേ പറഞ്ഞത്? ബാക്കിയുള്ള അമ്പിയാക്കളുടെ എത്രയുള്ളൂ. പിന്നെ അത്രയും ഞാനും അമ്പിയാക്കളെ മോശമാക്കിയിട്ടുള്ളതാണ്. അത്രയേ ഉള്ളൂ. മക്കം മുക്കോ ആവില്ല, മുക്കം മക്കോ ആവില്ല. പേര് രണ്ടും ഒരു വചന. മക്കത്തിന് മുക്കം നിറാൻ തെറ്റാണ്, മുക്കത്തിന് മക്കം നിറാൻ തെറ്റാണ്. രണ്ടും ഒരു വചന. മക്കം മുക്കം. ഇനി മുക്കം എന്ന പേര് എങ്ങനെ ഉണ്ടായിന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മക്കത്ത് പോയി വന്ന ഏത് ആചാര്യക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഇരുവഴിഞ്ഞി പുഴയുടെ തീരത്തുള്ള ഒരു ഭൂമിക്ക് ചിലപ്പോൾ അയാൾ മക്കാന്ന് പേരിട്ടുണ്ടാവാം. അത് പിന്നെ മുക്കമായതായിരിക്കാം. അങ്ങനെ വരാലോ. അതുകൊണ്ട് നോക്കിയാവില്ലല്ലോ. അല്ലാഹു ഒരാളിവിടെ ഉള്ളൂ. ആളാരാ? മുഹമ്മദ് മുസ്തഫ. ബാക്കി അതിൻ്റെ ആ വെളിച്ചത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ നടക്കുക. അതന്നെ ഞാൻ മനസ്സിലായില്ല. താഴെ നിലയിലുള്ള വെളിച്ചത്തിൻ്റെ ആ ഒരു ചെറിയൊരു നിലാവിൻ്റെ പ്രഭ ഉണ്ടല്ലോ, ആ പ്രഭ കൊണ്ട് ഒരു അക്കയില നടക്കുക. മുകളിലാരെ കൂടി ഒന്നും അങ്ങനെ നടക്കുക. അത്ര തന്നെ. മുട്ടുസൂചി എടുക്കാൻ കഴിയില്ല. മുട്ടുസൂചി എടുക്കാൻ ഇയാളെ ഏൽപ്പിച്ചിട്ടില്ല. മുട്ടുസൂചിൻ്റെ ആളാണ് എന്നെ മുട്ടുസൂചിക്ക് ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ നടക്കും. فإنك من رب الوجود ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.
الفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب وسلم